വേണിച്ചേട്ടൻ അറിയാതെ ഡബ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ വേണിച്ചേട്ടനാണ്. ഇപ്പം നെടുമുടി വേണിച്ചേട്ടനോ അല്ലെങ്കിൽ ഇന്നസെന്റ് ചേട്ടനോ അല്ലെങ്കിൽ ലാലേട്ടനോ ഒക്കെ ഡബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടാ ഈ ഡയലോഗ് വിട്ടുപോയി കേട്ടാ ഒന്ന് രക്ഷിച്ചേക്കണേന്ന് പറയും. അല്ല അവിടെ ഒന്നുകൊണ്ട് ഈ ഡയലോഗ് അവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാണല്ലോ വെടി തോക്കെടുത്ത് വെടിക്കുക, അതിന് റെക്കോർഡ് ചെയ്യാൻ വേണിച്ചേട്ടൻ ഭയങ്കര ദേഷ്യം വരും. അതിനിടയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തോ ചോദിച്ചതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരു കാര്യമില്ലായിരുന്നില്ലേ? അല്ല ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു. അല്ല നമുക്ക് എല്ലാവരും പുതിയ അറിവായിരുന്നു, നമ്മൾ ആ സിനിമകളൊന്നും പങ്കെടുക്കാത്തതുകൊണ്ട് നമുക്ക് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഭാഗ്യം എന്ന് പറയുന്നത് സാർ എന്റെ പഴയ പടങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കണ്ടിട്ട് ഒരിക്കലും വിളിക്കാറില്ല, ഒരിക്കലും വിളിക്കില്ല. കാര്യം വേറെ ഗോമാളി വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്നെ കാണുമ്പോൾ തന്നെ ആ ഒരു ചിന്തയെ വരുള്ളൂ. അപ്പൊ അതിനകത്ത് വളരെ സീരിയസ് കഥാപാത്രമാണ്. ഒന്നുമില്ല, ആഹാരം കഴിക്കുക, ജോലി, കടയിൽ പോയി മറ്റേ കാശുണ്ടാക്കുക, ഇല്ലാതെ വേറെ ഒരു ചിന്തയില്ലാത്ത ഒരു കഥാപാത്രം. ഈ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞാലും ആളുകളുടെ മനസ്സിലുള്ള കാര്യം വെളിയിൽ റിയാക്ട് ചെയ്ത് നമ്മളെ ചെവിയിൽ എത്തുമ്പോൾ തന്നെ 5 കൊല്ലം കഴിയും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നമ്മൾ പറഞ്ഞു നാക്കെടുക്കുന്നതിന് മുമ്പേ ഇതിൽ കൂടെ വരും ഐറ്റം. മനസ്സിലായില്ലേ? എന്തിനു വഴിയെ പോണ വയ്യാവയിലെ തല വയ്ക്കണം. ഇപ്പൊ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് അദ്ദേഹം സംസാരിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം പോയി പറയുന്നത് ഞാൻ തിരുവനന്തപുരത്തുകാരൻ്റെ ജാടയാണ്, ഭയങ്കര ജാടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ തോളിൽ കുറെ തട്ടൊക്കെ തട്ടി. ഞാൻ ഒന്നും പറഞ്ഞില്ല, തട്ടിയിട്ടു. അപ്പൊ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എന്റെ അനീത്തി ഉണ്ടായിരുന്നു. അവരൊക്കെ വെച്ച് ആര് ചേട്ടൻ ചുമ്മാ തട്ട. ഞാൻ പറഞ്ഞു പോട്ടെ, അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യരുത്. ലാലേട്ടനും മമ്മൂക്കായിട്ടൊന്നും ലോകത്തൊരു മനുഷ്യനെ കമ്പയർ ചെയ്യരുത്. എന്തിനാ അവർ രണ്ടുപേരായിട്ട് കമ്പയർ ചെയ്യണത്? ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തിന്റെ അവരെ ഈ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും കമ്പയർ ചെയ്യരുത്. നെടുമുടി വേണു, ഇന്നസെന്റ്, അവരൊക്കെ നമ്മൾ കണ്ട് അവരുടെ ഒരു അഭിനയവും അവരുടെ രീതിയും എല്ലാം നമ്മുടെ തലയിൽ കയറിയിരിക്കുകയാണ്.